ക്രൈസ്തവരെ ആകമാനം ഞെട്ടിച്ച ഒന്നായിരുന്നു മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വൈദികനെ അകാരണമായി അറസ്റ്റ് ചെയ്തത്. ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനം തന്നെയായിരുന്നു. ഒരു കാര്യവുമില്ലാതെ പിടിച്ചുകൊണ്ടു പോവുകയായിരുന്നു എന്നെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു അത്. ഫാദർ ജയൽ സുധീർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട വൈദികനാണ്. ഫാദർ ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ഓക്കെ അച്ഛാ, വളരെയേറെ ഞങ്ങളെ പേടിപ്പിടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അരങ്ങേറിയത്. എന്തായിരുന്നു സംഭവിച്ചത്? ഞങ്ങള് യഥാർത്ഥത്തില് അവിടെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ടാണ് പോയത്. അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ ഒരു സുഹൃത്താണ് അദ്ദേഹം. ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. CSIയുടെ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ഞങ്ങള് എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ജന്മദിനവും അതുപോലെ തന്നെ വിവാഹ വാർഷികവും അടുത്തടുത്ത ദിവസങ്ങളാണ്. അപ്പൊ ആ ദിവസങ്ങളിൽ ഞങ്ങൾ അദ്ദേഹം വിളിക്കുകയും അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ പോയി അവിടെ ആരാധന നടത്തുകയും ചെയ്തത്, പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യും. അത് ഞങ്ങളുടെ ശീലമായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ആയപ്പോ 28-ാം തീയതിയാണ് അത് വരുന്നത്. അപ്പൊ അന്ന് എനിക്ക് സമയമില്ല. ഞാൻ 29-ാം തീയതിയും എനിക്ക് സമയമില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല. അപ്പൊ ഇദ്ദേഹം ഈ ഗ്രാമത്തിൽ ഇപ്പൊ സ്വന്തമായിട്ട് അവിടെ ഗവൺമെന്റ് പതിച്ചു കൊടുത്ത ഭൂമിയിൽ അദ്ദേഹം ഒരു ചെറിയൊരു ഷെഡ് കെട്ടി, അതായത് ചെറിയൊരു കുടില് കെട്ടി അവിടെ താമസിക്കുകയാണ്, സ്വന്തമായിട്ട് താമസിക്കും. അപ്പോൾ ഞങ്ങള് ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് അങ്ങനെ. അപ്പൊ ഞങ്ങൾ അവിടെ പോയി. അപ്പൊ ഞാന് അതിന്റെ 30-ാം തീയതി വൈകുന്നേരമാണ്, ഉച്ചയ്ക്ക് തന്നെ പറഞ്ഞു, രാവിലെ പറഞ്ഞു ഉച്ചയ്ക്ക് പറ്റില്ല എന്നാൽ അങ്ങനെ വൈകുന്നേരമാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. ഒരുപാട് പ്രാവശ്യം ഫോൺ വിളിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ടാണ് എന്ത് വന്നാലും ഞങ്ങൾ പോയിട്ട് തുടങ്ങുള്ളൂ എന്നൊക്കെ, ഞങ്ങൾ പോയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവിടുത്തെ സർപഞ്ച് പങ്കെടുക്കുമെന്ന് പറഞ്ഞു, പഞ്ചായത്ത് മെമ്പർ പങ്കെടുക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോ അതൊക്കെ കൊണ്ടാണ് ഞങ്ങള് അതില് ഇത് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചതും. ഞങ്ങൾ അങ്ങനെ വളരെ ബദ്ധപ്പാടിനിടയിൽ ഓടിയെത്താണ്. അപ്പൊ 6 മണിയോടെ ഞങ്ങൾ അവിടെ എത്തുന്നു. അപ്പൊ ഞങ്ങൾ വീട്ടിനകത്ത് വെച്ചാണ് അദ്ദേഹം ബർത്ത്ഡേ പാർട്ടി നടത്തുമെന്ന് ഞങ്ങൾ ചിന്തിച്ചത്. പക്ഷെ അദ്ദേഹം ചെറിയൊരു ഷെഡ് വെളിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു 20ഓളം ആളുകൾ ഒരുമിച്ച് അവിടെ ഇരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. 1-2 പേര് അത് ക്രിസ്ത്യാനികളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ബാക്കിയുള്ളവരും എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെടുന്നവരാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്മസ് പാട്ടുകൾ പാടി. അത് സത്യമാണ്. പക്ഷെ ക്രിസ്മസ് പ്രോഗ്രാം ആയിരുന്നില്ല. ക്രിസ്മസ് പ്രോഗ്രാം ആയിരുന്നെങ്കിൽ ഞങ്ങള് അതിൽ തന്നെ ക്രിസ്മസ് ഫാദറിനെ അലങ്കരിച്ച് അങ്ങനെ ഞങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പൊ ഞങ്ങൾ 1-2 ക്രിസ്മസ് പാട്ടുകൾ പാടി. അതിനുശേഷം ഞങ്ങള് ബൈബിൾ ഭാഗമായി ഈ ബർത്ത്ഡേയുമായിട്ട് അനുബന്ധിച്ച് ഞങ്ങള് ചെറിയൊരു മെസ്സേജ് പറഞ്ഞു. അപ്പൊ മെസ്സേജ് പറഞ്ഞപ്പോൾ ക്രിസ്മസുമായി അനുബന്ധിച്ചുള്ള ഒരു മെസ്സേജാണ് ഞാൻ പറഞ്ഞത്. അതൊരു സത്യമായ ഒരു കാര്യമാണ്. അതിനുശേഷം ഞങ്ങള് ക്രിസ്മസ് കേക്ക് അല്ല, ബർത്ത്ഡേ കേക്കാണ് മുറിച്ചത്. അദ്ദേഹം തന്നെയാണ് ബർത്ത്ഡേ കേക്ക് മുറിക്കുകയും എല്ലാവർക്കും പങ്കുവയ്ക്കുകയും ചെയ്തത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ജുമോ നാച്ചോ ഖുശീസെ ആജ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് പാടി പിള്ളേര് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അദ്ദേഹം അതിനോട് കൂടി ചേർന്നു. അങ്ങനെ ആ നൃത്തമൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പറഞ്ഞു, ഒരാള് പറയുന്നു വീഡിയോ എടുക്കുന്നു, പ്രശ്നമാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവര് ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങള് അപ്പൊ ഞാൻ ആ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി അകത്തോട്ട് കയറി. അപ്പോ അവിടെ അവരോട് ഇങ്ങനെ ഫുഡ് കഴിച്ചു തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്ന് എന്നെ തൂക്കിയെടുത്തു. ഒരു പോലീസുകാരനായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവരുടെ ആൾക്കാരാണ്. പക്ഷെ വെളിയില് ആ സമയത്ത് ഏകദേശം 250-300ഓളം ക്രൈസ്തവ വിരോധ ആളുകളെ കൂടിയിരുന്നു, ഒരുമിച്ച് ചേർന്നിരുന്നു. അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ച് അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. കാരണം ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തിനല്ല അവിടെ പോയത്. മതപരിവർത്തനം എന്നുള്ള സംഭവം ഒന്നും ആയിരുന്നില്ല. ഒരു ബർത്ത്ഡേ പ്രോഗ്രാം തന്നെയാണ് ആയിരുന്നത്. അവർ 4 കിലോമീറ്റർ അപ്പുറത്ത് ലോനി എന്ന് പറയുന്ന ഗ്രാമത്തിൽ, ഇത് ഷിങ്കോരി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ ബർത്ത്ഡേ പ്രോഗ്രാം നടന്നത്. അപ്പൊ 4 കിലോമീറ്റർ അപ്പുറത്ത് ലോനി എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ആളുകളാണ് ഈ ക്രൈസ്തവ വിരോധികളായിട്ട് വന്നത്. ആ പ്രദേശത്തുള്ള ആളുകളാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അറിഞ്ഞു പിന്നീട്. അപ്പൊ അവര് വന്നിട്ട് അപ്പൊ അവര് വന്ന് കുറച്ച് കഴിഞ്ഞ ഉടനെ പോലീസും വന്നു. അതുകൊണ്ട് ഒരു ഭാഗ്യമായി. അവർ പെട്ടെന്ന് ഞങ്ങളെ തൂക്കിയെടുത്ത് അവരെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. എന്നെ പുറകിൽ നിന്ന് ആരോ ചവിട്ടുകയും ചെയ്തു. പക്ഷെ ദൈവകൃപയാൽ കൊണ്ടില്ല. എന്നിട്ട് അവര് ജീപ്പിനകത്തല്ല, ബൊലേറോയ്ക്കകത്ത് കയറ്റി ഞങ്ങളുടെ എന്റെ വൈഫിനെയും അതുപോലെ ഞങ്ങളുടെ 3 പാസ്റ്റർമാരും, CSIയുടെ 3 പാസ്റ്റർമാരും അവരുടെ ഭാര്യമാരും ഉണ്ടായിരുന്നു. അവരെയും കൂടെ കയറ്റി അവര് നമ്മളെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. അപ്പോഴും അവരെല്ലാം ആക്രമിക്കാനും അതുപോലെ ഒരുപാട് മുദ്രാവാക്യം മുഴക്കുകയും ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെയൊക്കെ, അവിടെ നിന്ന ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ജയിലിലെത്തിയതിനു ശേഷവും ഇവരൊരു 150ഓളം ആളുകള് സ്റ്റേഷനിലെത്തിയതിനു ശേഷം സ്റ്റേഷന് പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് FIR ഇട്ടാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള അർത്ഥത്തില്. പക്ഷെ പോലീസിനോട് ഞങ്ങള് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് വന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അത് ആ ഹൃദേശ് എന്ന് പറയുന്ന ആ പയ്യനും, ആ ബർത്ത്ഡേ ബോയും അദ്ദേഹം സമ്മതിച്ചു അങ്ങനെയാണെന്നുള്ളത്.
അങ്ങനെ അവരെ ആ കേസ് ആ ഒരു രീതിയിലോട്ടാണ് പിന്നെ അവര് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ എന്നാലും FIR ഇട്ടേ പറ്റുമോ എന്നുള്ള നിർബന്ധത്തിൽ FIR ഇട്ടു. അപ്പോ FIR ഇട്ട് പിന്നെ അന്ന് ഒരു ദിവസം ഞങ്ങളവിടെ സ്റ്റേ ചെയ്തു. പക്ഷെ പോലീസ് നല്ല രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത്. അങ്ങനെ ഞങ്ങളുടെ ഒരു വിഷമം ഉണ്ടായിരുന്ന ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന പാസ്റ്ററിന്റെ മകള് 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവര് ആ കുട്ടിയെ കുറിച്ചുള്ള ഒരു വ്യാകുലത ഉണ്ടായിരുന്നു. അവരിങ്ങനെ ആ കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ അതൊരു ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം ഒന്ന് റിലീസ് ചെയ്ത് ഒരാള് ആ പെൺകുട്ടി ഒന്ന്, അതായത് ഈ കുഞ്ഞിന്റെ അമ്മ ഒന്ന് റിലീസ് ചെയ്ത് കിട്ടിയാൽ മതി എന്ന് ഞങ്ങൾ ചിന്തിച്ചു. ബാക്കി ഞങ്ങള് കുറച്ച് ദിവസം കൂടെ ഒരു പക്ഷേ അതിനകത്ത് കഴിയേണ്ടി വന്നേക്കാം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. പക്ഷെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് റിലീസ് ചെയ്യപ്പെടുവാനും ഞങ്ങൾക്ക് പുറത്തിറങ്ങി ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിലെ മീഡിയയ്ക്ക് വലിയൊരു പങ്കുണ്ട്. വളരെ സന്തോഷകരമായിട്ട് ഞാൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി ഒക്കെ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇതിപ്പോ ആദ്യമായി ഉണ്ടായ ഒരു സംഭവമാണോ, അല്ല ഇതിന് മുൻപ് ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും പകച്ചു പോകും. ആദ്യമായിട്ടാണോ അതോ മുൻപ് ഇതേപോലെയുള്ള സംഭവങ്ങൾ? ഞാൻ 2008 മുതല് മിഷൻ ശുശ്രൂഷകളുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ, അതുപോലെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നാഗ്പൂർ, ഔറംഗാബാദ്, ചപ്പാറ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഞാൻ ശുശ്രൂഷയായിട്ട് ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് എന്തായിട്ടാണെങ്കിലും ഇപ്പൊ ഞങ്ങള് CSI സഭയുടെ പാസ്റ്റേഴ്സ് ആയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. CSI സഭയുടെ വിശ്വാസികളുള്ള സ്ഥലത്ത് അവിടുത്തെ ശുശ്രൂഷകരാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോ അങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോൾ അത് ഞങ്ങളുടെ സഭ നിയോഗിക്കുന്ന സ്ഥലത്താണ്. അപ്പൊ അവിടെ CSI സഭയുടെ തന്നെ മറ്റ് പാസ്റ്റർമാർ അവിടെ ഉണ്ട്, സഭ നിയോഗിച്ചുള്ള പാസ്റ്റർമാരുണ്ട്. അവരോട് ചേർന്നാണ് ഞങ്ങൾ ഈ ശുശ്രൂഷകൾ നടത്തിക്കുന്നത്. അപ്പൊ അതില് മറ്റൊരു ഭാവം അതിനില്ല എന്നുള്ളതാണ് സത്യം. അത് സാമൂഹികമായ ഉന്നമനവും അതുപോലെ തന്നെ സാധാരണക്കാരുടെ വളർച്ചകളും ഇങ്ങനെയുള്ള കാര്യങ്ങള് മുൻനിർത്തിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ട് ചില വ്യക്തികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് വ്യത്യസ്തങ്ങളായ തരങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജന്മിത്ത വ്യവസ്ഥയാണെങ്കിൽ അവിടെ അവർക്ക് ജന്മിമാർക്ക് ഇവരെ വിദ്യാഭ്യാസത്തിന് പോവുകയും അവർ ആരാധനകൾക്ക് പങ്കെടുക്കുകയും അവരെ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും ഒക്കെ കുറയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി മാറാറുണ്ട്. രാഷ്ട്രീയമായിട്ട് ചില പാർട്ടികൾക്ക് അതൊരു പ്രയാസമായിട്ട് മാറി തീർന്നിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ അയൽവാസികൾക്ക് അതൊരു പ്രശ്നമായിട്ട് തീർന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ അവര് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും നിങ്ങൾ ഇനി ഇവിടെ വരരുത്, ഇവര് ക്രിസ്ത്യാനാണെങ്കിൽ പോലും നിങ്ങളുടെ സഭാംഗങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ വരരുതെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും 1-2 പ്രാവശ്യം എന്നോട് പറഞ്ഞത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് മാത്രം നിങ്ങളുടെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞ് വിട്ട സന്ദർഭമാണ്. അതൊക്കെ കുറച്ച് ആളുകളാണ് എന്ന് പറഞ്ഞാൽ 1-2 ആളുകൾ ചേർന്ന്, അല്ലെങ്കിൽ 5-10 ആളുകൾ ചേർന്നുള്ളതാണ്. ആ ഗ്രാമത്തിലുള്ള ആളുകൾ ചേർന്നിട്ടാണ്. അപ്പൊ അവര് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ശരിയാണ്, ഞങ്ങളുടെ വിശ്വാസികളാണെങ്കിൽ പോലും അവിടെ വരുന്നത് അവർക്ക് താല്പര്യം. അപ്പൊ ഞാൻ അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ വരുന്ന താല്പര്യമില്ലേ? ഇല്ല. അപ്പൊ ഞാൻ സന്തോഷമാണ്, ഞങ്ങൾ തിരിച്ചു പോകും. അപ്പോ അത് ബുദ്ധിമുട്ടില്ല, അവർക്ക് താല്പര്യം. ഗ്രാമത്തില് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിൽ അവർക്ക് താല്പര്യമില്ല. പക്ഷേ വെളിയിൽ നിന്ന് വരുന്ന ഒരു വിഭാഗം വന്നിട്ട് മറ്റൊരു ഗ്രാമത്തിലെ അധിനിവേശ നടത്തിയിട്ട് പറയാണ് ഇവിടെ പാടില്ല. അവിടെയാണ് ആ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു കാഠിന്യത മനസ്സിലാവുന്നത്. വെളിയിൽ നിന്നൊരു ഗ്രാമത്തിലെ ആളുകൾ വന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് പറയാണ് ഇത് പാടില്ല, നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ 1-2 പ്രാവശ്യം നമ്മൾ ക്രൈസ്തവ വിരോധ സംഘടനകളിൽ നിന്ന് നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, എന്തായാലും കേസ് ജാമ്യം ലഭിച്ചു. ഇനി ഇതിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്? പോലീസ് അറിയിച്ചിരിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചകളിലും ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ അതിനുശേഷം 13-ാം തീയതി ഞങ്ങൾക്ക് കോർട്ടില് ഒപ്പിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ നിൽക്കുന്നത്. എന്നാല് പോലീസ് വളരെ സ്നേഹത്തോടുകൂടെയൊക്കെയാണ് ഞങ്ങളോട് അവസാനം ഇടപെട്ടത്. അവസാനം അവർ പറഞ്ഞത് ഞങ്ങളുടെ ജോലിയാണ്, ജോലിയുടെ ഭാഗമാണ്, അതുകൊണ്ട് ഞങ്ങളോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത് എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ അവരെ ആക്ഷേപിച്ചിട്ടാണ് ഫാദർ എന്നൊക്കെ വിളിച്ചിരുന്നത്. പിന്നീട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, ഞങ്ങൾ കോൺവെർസേഷൻ നടത്തി. ഇത് എന്താണ് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? മതപരിവർത്തനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരാളിനെ കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? ഇങ്ങനെയൊക്കെയാണ് അവർ ചോദിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, സാറിന് കുറച്ച് പൈസ തന്നാൽ സാർ കൺവേർട്ട് ആവുമെന്ന് ചോദിച്ചു. അപ്പൊ ഒരു പൈസ കൊടുത്തിട്ട് പണം കൊടുത്ത് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ആശയങ്ങൾ അല്ലെങ്കിൽ ചിന്താഗതികൾ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, ആ വിശ്വാസത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുക തന്നെയാണ്.
ആ വിശ്വാസം മറ്റുള്ള ഒരാൾ അത് സ്വീകരിക്കാൻ തയ്യാറാവുകയോ സന്തോഷത്തോടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ആ വിശ്വാസത്തിന്റെ ബേസിൽ നിന്നുകൊണ്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ പറഞ്ഞു അയ്യോ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ സാമൂഹ്യ ശുശ്രൂഷയാണ് ചെയ്യുന്നത്, ഞങ്ങളും അതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വളരെ സന്തോഷം അവർക്ക്. ഞങ്ങളും അതാണ് ചെയ്യുന്നത്, അത് വേറെ രണ്ട് തലത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. അതിനുശേഷമൊക്കെ അവർ എന്നെ വളരെ ബഹുമാനത്തോടെ ഫാദർജി എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ആ രീതിയിലാണ് വിളിച്ചത്. പിന്നെ അവസാനം ഞങ്ങൾ ദേഷ്യപ്പെടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് മാപ്പാക്കണമെന്ന് വരെ പറഞ്ഞിട്ടാണ് അവർ ഞങ്ങളെ ഓക്കെ അച്ഛാ, അതേപോലെ ഈ 250-ലേറെ വരുന്ന ഒരു സംഘടിതമായ ആൾക്കൂട്ടമാണ് അങ്ങോട്ട് വന്നതെന്ന് അങ്ങ് പറയുകയുണ്ടായി. അവർ നിങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു സീനിലേക്ക് വരികയുണ്ടായോ? തീർച്ചയായിട്ടും അവര് ഞങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ്. അവരെങ്ങനെയെങ്കിലും ഞങ്ങൾ അടിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ശ്രമിച്ചത്. പക്ഷെ ഞങ്ങൾ അതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം ഒരു ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പോയി എന്നുള്ളത് കൊണ്ട്, അല്ലെ ഇനി വേറൊരു കാര്യം കൂടെ പറയുമ്പോൾ, ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പോയ ആള് ബർത്ത്ഡേ ബേബി ഇപ്പൊ എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ട് FIR-നകത്താണ് എന്നുള്ളതാണ്. അതാണ് വളരെ വിരോധാഭാസമായ ഒരു കാര്യം. ബർത്ത്ഡേ ഒരാൾ ആഘോഷിക്കുന്നു, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ അദ്ദേഹം പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഒരാളിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ വിളിച്ച് അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ആള് പ്രാർത്ഥിപ്പിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്ത് മാറ്റുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിരോധാഭാസത്തോട് ഞങ്ങൾ തോന്നും. അപ്പോ അതേപോലെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. അതായത് നമ്മൾ കയ്യിൽ ബൈബിൾ പിടിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ സഭാവസ്ത്രം ധരിച്ചതോ ഈ നമ്മളെ ആക്രമിക്കാൻ വന്ന ആൾക്കാർക്ക് ഒരു കാരണമായി അവർ കണ്ടിരുന്നോ? തീർച്ചയായും പോലീസ് ഞങ്ങളോട് പറഞ്ഞത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റർമാർക്ക് പൈസ കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാന് പൈസ കൊടുക്കേണ്ട കാര്യമില്ല, ഞാനല്ല കൊടുക്കുന്നത്, CSIയുടെ പാസ്റ്റേഴ്സ് ആണ്. അപ്പൊ CSIയുടെ പാസ്റ്റേഴ്സിന് പേ ചെയ്യേണ്ടത് CSI ആണ്. CSI സഭയാണ് CSIയുടെ പാസ്റ്റേഴ്സിന് പേ ചെയ്യുന്നത്. ഗവൺമെന്റ് അല്ല പേ ചെയ്യേണ്ടത്, വേറെ ആരെങ്കിലും അല്ല, വിദേശത്തുനിന്നല്ല പേ ചെയ്യേണ്ടത്. CSI സഭ എന്ത് ചെയ്യും? പേ ചെയ്യും. CSIയുടെ പാസ്റ്റേഴ്സിന് അവരെന്ത് ചെയ്യും? അവർ നോക്കിക്കോളും. അത് അവരുടെ ഉത്തരവാദിത്വമാണ്, അത് എന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വം അല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതൊരു കാര്യം. രണ്ടാമതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത്, നിങ്ങൾ കാസൊക്കെ ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥാനവസ്ത്രം ഉപയോഗിച്ചില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എവിടെയൊക്കെയാണ് നമ്മൾ സ്ഥാനവസ്ത്രം ഉപയോഗിക്കേണ്ടത്, എവിടെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം? ബാക്കി എല്ലാവർക്കും ഉപയോഗിക്കാം, ബാക്കി എല്ലാവർക്കും ഒരു പ്രശ്നമില്ല, ആർക്ക് വേണോ ഇഷ്ടമുള്ള ഡ്രസ്സ് ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാല് ചില വിഭാഗപ്പെട്ട ഒരു ശരിയായ വസ്ത്രം ധരിക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലേ? അതുപോലും അംഗീകരിക്കും, അതുപോലും പ്രശ്നമില്ല. നമ്മുടെ ഭാരതത്തിൽ അതൊരു വിഷയമല്ല. അപ്പൊ വിദേശത്ത് പോയാലും അവർക്ക് എന്ത് ചെയ്യാം? അവരുദ്ദേശിക്കുന്ന വസ്ത്രങ്ങളും യൂണിഫോമുകളും അവർക്ക് ധരിക്കാം, പ്രശ്നമില്ല. നമ്മുടെ ആളുകൾ, ഭാരതീയർ അവിടെ പോയാൽ അവർക്ക് ധരിക്കും. നമ്മുടെ ഭാരതത്തിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കുന്ന ഒരു ക്രൈസ്തവ പുരോഹിതൻ അല്ലെങ്കിൽ ക്രൈസ്തവൻ എങ്ങനെയായിരിക്കണമെന്നുള്ള രീതിയിലുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കുന്ന അംഗീകരിക്കപ്പെട്ട ഒരു സഭയുടെ സ്ഥാനവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് എന്തോ ഒരു മിസ്റ്റേക്ക്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് കന്യാസ്ത്രീമാരുടെ ഇടയിൽ അത് വരുന്നു, അച്ഛന്മാര് ക്യാസൊക്കെ ധരിച്ചു പോയാൽ അത് വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള് ഒരു വിഷയം തന്നെയാണ്. അത് വളരെ 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 കാതലായ ഒരു വിഷയം തന്നെയാണ്. എന്താ പറയാ, ഒരു അസംഘടിതമാക്കുന്നതാണോ, സ്പ്ലിറ്റ് ആക്കുന്നതാണോ, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതാണോ, എന്തോ ഒരു ഗൂഢലക്ഷ്യമുള്ളത് പോലെ ഒരു ശ്രമം. രണ്ടാമത് ബൈബിള് കയ്യിൽ നമ്മൾ പിടിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ബൈബിള് കൊടുക്കുന്നത് പോലും എന്താണ് തെറ്റല്ല എന്ന് അലഹബാദ് കോടതി ഇടയ്ക്ക് വിധിച്ചു, എനിക്ക് തോന്നുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അലഹബാദ് കോടതി അത് വിധിച്ചു. ബൈബിൾ കൊടുക്കുന്നതോ ബൈബിളിലെ വാക്യങ്ങൾ ഉച്ചരിക്കുന്നതോ ഒന്നും അത് മതപരിവർത്തനം അല്ല എന്നെന്ത് ചെയ്തു? നിർബന്ധ മതപരിവർത്തനം ഇതിന് പരിധി വരുന്നില്ല എന്ന് വിധിച്ചതാണ്. എന്നിട്ട് പോലും അവര് പറയുന്നത് ബൈബിൾ കയ്യിൽ പിടിച്ചിരുന്നില്ലേ എന്നുള്ളതാണ്. അപ്പൊ ബൈബിൾ പിടിക്കാൻ പാടില്ലാതെ വണ്ണം അത്രത്തോളം ഭാരതം ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടുവോ, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ സൈഡിലാക്കി കളഞ്ഞുവോ എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെ വളരെ വേദനാജനകമാണ്. ഓക്കെ അച്ഛാ, അപ്പൊ എന്തായാലും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായതാണ് നമ്മുടെ ചരിത്രം തന്നെ പറയുന്നത്. എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഈശോ അനുഗ്രഹം തരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളും ഒപ്പം തന്നെ ഉണ്ടാകും. തീർച്ചയായിട്ടും ഷെഹന ന്യൂസ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രചോദനമാണ്. ഞങ്ങളുടെ പ്രയാസങ്ങളിലൊക്കെ നിങ്ങളുടെ ന്യൂസുകളും നിങ്ങളുടെ അനുഭവം, നിങ്ങൾ ഷെയർ ചെയ്യുന്ന അനുഭവങ്ങളും ഞങ്ങൾക്ക് എപ്പോഴും, ഞങ്ങൾ പ്രത്യേകിച്ച് ദൂരദേശത്തായിരിക്കുമ്പോൾ ഞങ്ങൾക്കതിൽ വളരെ സന്തോഷവും അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ന്യൂ ഇയറിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം സമൃദ്ധിയായിട്ട് കാക്കട്ടെ. നന്ദി. ഓക്കെ, വളരെയേറെ നന്ദി അച്ഛാ.